ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം വിജയം അയാൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. ഏത് പ്രതിസന്ധി വരുമ്പോഴും, ഏത് നിമിഷത്തിലും, നമ്മുടെ ചുറ്റും അന്ധകാരമെന്ന് നിറയുമ്പോഴും ഉറച്ചു വിശ്വസിച്ചോളൂ, നമുക്കായി തെളിഞ്ഞു കത്തുന്ന ഒരു തിരിനാളമുണ്ടാകും, ഉറപ്പ്. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലാൻഡ് റിഫോംസ് എന്ന ടോപ്പിക്കിൻ്റെ അവസാന ക്ലാസ്സാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ കോർ ഏരിയ. നമ്മൾ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമുള്ള ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പിന്നെ 1970 സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയതിനെക്കുറിച്ചും ആണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും കുറേ തീയതികളും കുറേ വ്യക്തികളുടെ പേരും ഒക്കെ ഇതിൽ ഉൾപ്പെടും. ഇതാണ് നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ഐക്യ കേരളം നിലവിൽ വരുന്നതിന് മുമ്പുള്ള പ്രവശ്യകളായി കിടന്നിരുന്നല്ലോ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ആ പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രവശ്യകളിലെ ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങളും അവിടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഒക്കെയാണ്, വിളംബരങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ, ഇത് ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിൻ്റെ ഭൂപരിഷ്കരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് എങ്ങനെ? പീരീഡ് ഓഫ് ഫസ്റ്റ് EMS ഗവൺമെൻറ് 1957 to 1959. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററി കേരളത്തിലാണ്. 1957 മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. പക്ഷെ നോക്കൂ, പീരീഡ് നോക്കൂ, വെറും 2 വർഷമേ ഇവിടെ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ആ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. കുറേ ജാതി മത സംഘടനകളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു വിമോചന സമരം നടത്തി EMS ഗവൺമെൻറ്റിനെതിരെ. അതിൻ്റെയൊക്കെ പ്രധാന കാരണം അന്വേഷിച്ച് പോയാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം തന്നെയാണ്. വളരെ ചങ്കൂറ്റത്തോടുകൂടി ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഗവൺമെൻറ് എടുത്ത ജനഹിതമായ ഒരു തീരുമാനമായിരുന്നു ഭൂപരിഷ്കരണം. പക്ഷേ ആ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ചരിത്രപരമായ ആ ഒരു തീരുമാനത്തെ പലരും ഭയപ്പെട്ടു. ജമ്മിമാർ, വലിയ ഭൂ ഉടമകൾ ഒക്കെ ഭയപ്പെടുകയും എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറ്റിനെ അവസാനിപ്പിക്കണം എന്നുള്ള ഗൂഢമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തതിൻ്റെയും അടിസ്ഥാനത്തിൽ 1957 ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ്, ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നൊരു കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററിയെ അട്ടിമറിച്ച് അവസാനിപ്പിച്ചു. 1959 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് ഈ ഗവൺമെൻറ്റിന് അന്ത്യം കുറിച്ചു. ആ ഗവൺമെൻറ് എടുത്ത ചില നടപടികളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഏതുമായി ബന്ധപ്പെട്ട്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട്. നമുക്ക് നോക്കാം. നോക്കൂ, EMS മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയായിരുന്നു ഭൂപരിഷ്കരണം നടപ്പിലാക്കുക. ഈ നാട്ടിൽ ദരിദ്രരായ, ഭൂരഹിതരായ ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? അമിതമായി ഭൂസ്വത്ത് കൈവശം വച്ചിരിക്കുന്നവരിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കണം. അത് ഭൂരഹിതർക്ക് വിഭജിച്ച് നൽകണം. ഇതായിരുന്നു ഭൂപരിഷ്കരണ ചിന്തയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ
ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആദ്യമെടുത്ത തീരുമാനം എന്താണെന്ന് അറിയാമോ? അതാണ് ഈ നിയമം. സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് 1957 പ്രൊഹിബിറ്റഡ് ഇവിക്ഷൻ. ഈ നിയമം നോക്കൂ. സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957. ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കേരള ഗവൺമെൻറ് EMS ഗവൺമെൻറ് എടുത്ത ആദ്യത്തെ നടപടി ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കൽ തടഞ്ഞുകൊണ്ടൊരു നിയമം പാസ്സാക്കി. കുടിയൊഴിപ്പിക്കൽ തടയൽ നിയമം, അതാണ് സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട്. അപ്പോൾ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ മുന്നോടിയായി EMS മന്ത്രിസഭ പാസാക്കിയ നിയമമേത് എന്ന് ചോദിക്കാം പരീക്ഷയ്ക്ക്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ മുന്നോടിയായി EMS മന്ത്രിസഭ പാസാക്കിയ നിയമമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്, അതായത് ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കൽ തടഞ്ഞുകൊണ്ടുള്ള നിയമം, കുടിയൊഴിപ്പിക്കൽ തടയൽ നിയമം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ്. അത് എന്ത് ചെയ്തു? പ്രൊഹിബിറ്റഡ് ഇവിക്ഷൻ. കാരണം എന്തെന്നറിയാമോ? അത് വളരെ ബുദ്ധിപൂർവമായൊരു തീരുമാനമായിരുന്നു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ ഈ ഭൂ ഉടമകൾ കർഷകരെ കുടിയൊഴിപ്പിച്ച് കളയും. അപ്പോഴേ തന്നെ കുടിയൊഴിപ്പിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആ കുടിയൊഴിപ്പിക്കൽ തടഞ്ഞുകൊണ്ടൊരു നിയമം പാസ്സാക്കി. ഈ നിയമം വന്നതിന് ശേഷം കുടിയൊഴിപ്പിക്കൽ പാടില്ല എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. നോക്കൂ, എന്നിട്ട് നോക്കൂ, ഭൂപരിഷ്കരണ നിയമം സമഗ്രമായി നടപ്പാക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് EMS മന്ത്രിസഭയിൽ 57 EMS മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന C. അച്യുത മേനോനെ ആ കമ്മിറ്റിയുടെ ചെയർമാനാക്കി. എ കമ്മിറ്റി വിത്ത് C. അച്യുത മേനോൻ ആസ് കൺവീനർ വാസ് ഫോംഡ് ഫോർ കോംപ്രിഹെൻസീവ് ലാൻഡ് റിഫോംസ് ലെജിസ്ലേഷൻ. സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആദ്യം എടുത്തു. ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ആരെ നിയമിച്ചു? 57 കേരള ഗവൺമെൻറ്റിൽ ധനകാര്യമന്ത്രിയായ C. അച്യുത മേനോനെ അതിൻ്റെ കൺവീനറായി നിയമിച്ചു. സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി. അന്ന് റവന്യൂ മിനിസ്റ്റർ ആരായിരുന്നു? റവന്യൂ മിനിസ്റ്റർ KR ഗൗരിയമ്മയായിരുന്നു. അന്നത്തെ റവന്യൂ മിനിസ്റ്റർ KR ഗൗരിയമ്മ പ്രസൻറ്റഡ് ദി അഗ്രേറിയൻ റിലേഷൻ ആക്ട് ബിൽ. അഗ്രേറിയൻ റിലേഷൻ ബിൽ എന്ന് പറഞ്ഞാൽ മതി. അതായത് കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചു. നമ്മുടെ റവന്യൂ മന്ത്രിയായിരുന്ന ആദ്യത്തെ റവന്യൂ മന്ത്രിയായ KR ഗൗരിയമ്മ കാർഷിക ബന്ധ ബില്ല്, അതാണ് ആദ്യത്തെ ഭൂപരിഷ്കരണ ബില്ലെന്ന് പറഞ്ഞാൽ, കാർഷിക ബന്ധ ബില്ല് 1957 ഡിസംബർ 21 നിയമസഭയിൽ അവതരിപ്പിച്ചു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഭൂപരിഷ്കരണം ഒന്നാമത്തെ അജണ്ടയായിരുന്നു, അവരുടെ ആദ്യത്തെ അജണ്ടയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നിയമം കൊണ്ടുവന്നു. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 57 കൊണ്ടുവന്നു. എന്നിട്ട് ഭൂപരിഷ്കരണത്തിന് വേണ്ടി സമഗ്രമായൊരു കമ്മിറ്റി എടുത്തു. അന്നത്തെ ധനമന്ത്രിയായിരുന്ന C. അച്യുത മേനോനെ ആ കമ്മിറ്റിയുടെ കൺവീനറായി നിയമിച്ചു. പിന്നെ അതിൻ്റെ അനന്തരമായിട്ട് KR ഗൗരിയമ്മ 1957 ഡിസംബർ 21 കേരള നിയമസഭയിൽ കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചു. ദി അസംബ്ലി പാസ്ഡ് ബിൽ ജൂൺ 10, 1959. ഹവർ ദി പ്രസിഡന്റ് റിട്ടേൺ ഇറ്റ്. പക്ഷെ പ്രസിഡന്റ് അംഗീകാരം കൊടുത്തില്ല. നിയമസഭ പാസ്സാക്കി, പ്രസിഡന്റ് അംഗീകാരം കൊടുത്തില്ല. അതുകൊണ്ട് അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കേരള അഗ്രികൾച്ചർ ഡെറ്റ് കേരള അഗ്രികൾച്ചറിസ്റ്റ് ഡെറ്റ് റിലീഫ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1958. അടുത്തൊരു നിയമം പാസ്സാക്കി, കേരള അഗ്രികൾച്ചറിസ്റ്റ് ഡെറ്റ് റിലീഫ് ആക്ട് ടു റെഡ്യൂസ് ഡെറ്റ് ബേർഡൻ ഓഫ് ഫാമേഴ്സിൻ്റെ അല്ലെങ്കിൽ കർഷകരുടെ കടബാധ്യതകൾ എഴുതി തള്ളുന്നതിന് വേണ്ടി, കടബാധ്യതകളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കി, കേരള അഗ്രികൾച്ചറിസ്റ്റ് ഡെറ്റ് റിലീഫ് ആക്ട്. ഓർക്കണേ, 58. നോക്കൂ, കേരള കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ഇംപ്രൂവ്മെൻ്റ് ആക്ട്, അതേ 58 തന്നെ കേരള കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ആക്ട്. എന്തിനാണ്? ടു പ്രൊവൈഡ് കോമ്പൻസേഷൻ ടു ടെനൻസ്. കൃഷി ചെയ്യുന്ന കർഷകർക്ക് മതിയായ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമവും പാസ്സാക്കി. നോക്കൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗവൺമെൻറ്
ഭൂപരിഷ്കരണത്തിലേക്ക് പോകുന്നത് കണ്ടോ? കർഷകരുടെ കടബാധ്യതകൾ നിർത്തലാക്കാൻ ആദ്യം കുടിയൊഴിപ്പിക്കൽ തടഞ്ഞുകൊണ്ടുള്ള നിയമം, പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രേറിയൻ ബില്ല്, കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി. പക്ഷേ അത് പ്രസിഡൻ്റ് അംഗീകാരം കൊടുത്തില്ല. പിന്നെ കർഷകരുടെ കടബാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു നിയമം പാസ്സാക്കി. അതിനുശേഷം കർഷകർക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന രീതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കേരള കോമ്പൻസേഷൻ ഫോർ ടെനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. ഇത്രയാണ് ആ സമയത്ത് വന്നത്. അതിനിടയിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ആ ബില്ല് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആ മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു, ഞാൻ പറഞ്ഞു. ഇനി നോക്കൂ, അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് പീരീഡ് ഓഫ് പട്ടംതാണുപിള്ള ഗവൺമെൻറ്. 59 ജൂലൈ 31 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. 60 ആയപ്പോൾ പട്ടംതാണുപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരികയാണ്. 62 വരെ അതിനും ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ദി അഗ്രേറിയൻ റിലേഷൻ ബിൽ വാസ് പാസ്ഡ് വിത്ത് ദി അമെൻമെൻറ്റ്. ആദ്യം ഗൗരിയമ്മ അവതരിപ്പിച്ച അഗ്രേറിയൻ റിലേഷൻ ബില്ലുണ്ടല്ലോ, അതായത് കാർഷിക ബന്ധ ബില്ല്, അതിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് നമ്മുടെ പട്ടംതാണുപിള്ളയുടെ മന്ത്രിസഭയുടെ കാലത്ത് അത് പാസ്സാക്കി. അതിൽ ആ അഗ്രേറിയൻ ബില്ല് തന്നെ ഭേദഗതികളോടുകൂടി വീണ്ടും പാസ്സാക്കി. റിസീവ്ഡ് പ്രസിഡന്റ് അസന്റ്, അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി ഓൺ ജാനുവരി 21, 1961. 61 ജാനുവരി 21 പ്രസിഡന്റ് ആ ബില്ലിന് അംഗീകാരം കൊടുത്തു. പക്ഷേ നടപ്പാക്കാൻ പറ്റിയില്ല, സുപ്രീം കോടതി തടഞ്ഞു. നോക്കൂ, നടപടികൾ പോകുന്നു നോക്കുക. ദി സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് ദിസ് ലോ വാസ് നോട്ട് വാലിഡ് ഇൻ കാസർഗോഡ് റീജിയൻ as the right to vary system existed there and the bill was cancelled. സുപ്രീം കോടതി പറഞ്ഞ എന്തെന്നറിയാമോ? ഇത് നടപ്പാക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ അന്ന് റൈറ്റ് ടു വാരി സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ നേരിട്ട് നികുതി നൽകുന്നത്, ഇടനിലക്കാരില്ലാത്ത. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, ഇടനിലക്കാരില്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഇടനിലക്കാരെ ഒഴിവാക്കാനും കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇടനിലക്കാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും സുപ്രീം കോടതി ഈ നിയമത്തെ സ്റ്റേ ചെയ്തു, നടപ്പാക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ റവന്യൂ മിനിസ്റ്റർ ആരായിരുന്നു? പട്ടംതാണുപിള്ളയുടെ കാലത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും, അതൊക്കെ പഠിച്ചു വെച്ചോളണേ. EMSൻ്റെ കാലത്ത് റവന്യൂ മിനിസ്റ്റർ ഞാൻ പറഞ്ഞു KR ഗൗരിയമ്മ. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റവന്യൂ മിനിസ്റ്റർമാരുടെ പേരുകൾ പഠിക്കണം. പട്ടംതാണുപിള്ളയുടെ കാലത്ത് K. ചന്ദ്രശേഖരനായിരുന്നു റവന്യൂ മിനിസ്റ്റർ. K. ചന്ദ്രശേഖരൻ. നോക്കൂ, സുപ്രീം കോടതി അങ്ങനെ ഒരു തടസ്സം കൊണ്ടുവന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി 1962 മറ്റൊരു നിയമം പാസ്സാക്കി, ഓർഡിനൻസിലൂടെ. എന്താണ്? പാസ്ഡ് കേരള റൈറ്റ് ടു വാരി ടെനൻസ് ആൻഡ് കുടികിടപ്പുകാർ ഓർഡിനൻസ് 1962. ഈ സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് കേരള റൈറ്റ് ടു വാരി ടെനൻസ് ആൻഡ് കുടികിടപ്പുകാർ ഓർഡിനൻസ് എന്ന് പറഞ്ഞൊരു ഓർഡിനൻസ് 62 കേരള നിയമസഭ പാസ്സാക്കി. പക്ഷേ അതും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിലൂടെ ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് നമ്മുടെ പിന്നെ പട്ടംതാണുപിള്ള പഞ്ചാബ് ഗവർണറായിട്ട് പോവുകയും ഒക്കെ ചെയ്തു. അവിടെ പിന്നെ ആ മന്ത്രിസഭയും അവിടെ അവസാനിക്കുകയാണ്. 62 ആര് വരെയാണ്? മൂന്നാമത്തെ മുഖ്യമന്ത്രിയായ R. ശങ്കർ. 1962 മുതൽ 64, അതിന് 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാല ഗവൺമെൻറ്റുകളുടെയൊക്കെ പീരീഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. R. ശങ്കർ വരെയാണ്. അപ്പോൾ R. ശങ്കറിൻ്റെ കാലത്താണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കുന്നത്. മറ്റത് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. കാർഷിക ബന്ധ നിയമമാണ് ഇത്. നോക്കൂ, അതിൽ യഥാർത്ഥ പേരിൽ കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1993. അന്നത്തെ റവന്യൂ മിനിസ്റ്റർ ആരായിരുന്നു? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോയാണ്. PT ചാക്കോയായിരുന്നു അദ്ദേഹം. 57 EMSൻ്റെ മന്ത്രിസഭാ കാലത്ത് അന്നത്തെ ഓപ്പോസിഷൻ ലീഡറായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നാൽ R. ശങ്കറിൻ്റെ കാലത്ത് PT ചാക്കോ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ പീരീഡിലാണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവരുന്നത്. ദിസ് ലോ റിസീവ്ഡ് അപ്രൂവൽ ഓൺ December 31, 1963, നോൺ ആസ് Act 1 of
1964. 1964 ഒന്നാമത്തെ ആക്ട് കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കി. 63 ശരിക്കും കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത്. അതിലെ പ്രധാന വ്യവസ്ഥകളെന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, മെയിൻ റിസൾട്ട് ഇതാണ്: ഫാം ലാൻഡ് ടു ഫാമേഴ്സ്, കൃഷിഭൂമി കർഷകർക്ക്. ഇതിലേറ്റവും വലിയ മുദ്രാവാക്യം അതാണ്. ഈ ഭൂപരിഷ്കരണ നിയമത്തിലെ ഏറ്റവും പ്രസക്തമായൊരു മുദ്രാവാക്യം ഇതാണ്, സ്ലോഗൻ ഇതാണ്: ഫാം ലാൻഡ് ടു ഫാമേഴ്സ്, കൃഷിഭൂമി കർഷകർക്ക്. ടെനൻസ് ഹൂ ഫാംഡ് ദി ലാൻഡ് റിസീവ്ഡ് ഓണർഷിപ്പ് ഓഫ് ദാറ്റ് ലാൻഡ്. കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമാവകാശം കർഷകർക്ക് നൽകും. ഈ ഭൂപരിഷ്കരണത്തിലെ വ്യവസ്ഥയാണ്. വിത്ത് ദിസ് ടെനൻസ് ബിക്കെയിം ലാൻഡ് ഓണേഴ്സ്. അങ്ങനെ ടെനൻസ്, കർഷകർ, കുടിയാന്മാർ ഉടമകളായി മാറും. ഫിക്സിറ്റി ഓഫ് ടെനുവർ. ഇനി അതിൽ കുടിയായ്മ ഫിക്സ് ചെയ്ത് കൊടുത്ത് അവരെ ഇറക്കി വിടാൻ പാടില്ല. ദി ലോ ഇമ്പോസ്ഡ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓൺ ഇവക്റ്റിംഗ് ടെനൻസ് ഫ്രം ലാൻഡ്. ഭൂമിയിൽ നിന്ന് കർഷകരെ കുടിയൊഴിപ്പിക്കുന്നത് നിർബന്ധമായും ഈ നിയമം തടഞ്ഞു. ടെനൻസ് റിസീവ്ഡ് പെർമനൻ്റ് റൈറ്റ്സ് ഇൻ ദി ലാൻഡ്. അങ്ങനെ കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം കർഷകർക്ക് ലഭിച്ചു. ഇനി നോക്കൂ, ലാൻഡ് സീലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്ന വ്യവസ്ഥകളാണ്. ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ലാൻഡ് സീലിംഗ്. എ ലിമിറ്റ് വാസ് ഫിക്സ്ഡ് ഫോർ ദി എമൗണ്ട് ഓഫ് ലാൻഡ് ഓഫ് പേഴ്സൺ കുഡ് പൊസസ്. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഇൻ 1963 ദിസ് വാസ് ഫിക്സ്ഡ് അറ്റ് 15 acres. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തു. ദി ഗവൺമെൻറ് ടുക്ക് ഓവർ എക്സസ് ലാൻഡ്. ഇനി അതിൽ കൂടുതൽ കൈവശം വെച്ചാലോ, ഗവൺമെൻറ് ടുക്ക് ഓവർ എക്സസ് ലാൻഡ് ഫ്രം ദോസ് ഹൂ ഹെൽഡ് ലാൻഡ് എബോവ് ദിസ് ലിമിറ്റ്. 15 ഏക്കറിൽ കൂടുതൽ ഒരാൾ കൈവശം വെച്ചാൽ ഗവൺമെൻറ് ആ 15 ഏക്കറിന് പുറത്തുള്ള ഭൂമി ഏറ്റെടുക്കും. മിച്ച ഭൂമി എന്ന് പറയും അതിനെ. മിച്ച ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യും. അതാണ് ലാൻഡ് ടു ലാൻഡ്ലെസ്. ഭൂമി ഭൂരഹിതർക്ക്. ദി സർപ്ലസ് ലാൻഡ് ടേക്കൺ ഓവർ ബൈ ദി ഗവൺമെൻറ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബേഴ്സ് ആൻഡ് പുവർ. കർഷകർക്കും ഭൂരഹിതർക്കും ഏറ്റവും പട്ടിണിപ്പാവങ്ങൾക്കും ഈ കൃഷിഭൂമി വിതരണം ചെയ്യും. ഇതാണ് ഈ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ. പഠിക്കണം കേട്ടോ. നോക്കാം, സോഷ്യൽ എംപവർമെൻറ്റ്. ഈ നിയമം എന്തിലേക്ക് വഴിതെളിച്ചു? സാമൂഹ്യ ശാക്തീകരണത്തിലേക്ക്. നോക്കൂ, ഒബ്റ്റൈനിങ് ലാൻഡ് ഓണർഷിപ്പ് ഫോർ എ ലാർജ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് ദളിറ്റ്സ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് റൈസ്ഡ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഹെൽപ്പ് ബ്രേക്ക് ദി കാസ്റ്റ് ബേസ്ഡ് പവർ സ്ട്രക്ചർ. നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്രയും ചരിത്രപരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നിയമമാണ് സോഷ്യൽ എംപവർമെൻറ്റ്. കൃഷിഭൂമി കർഷകൻ്റെ കയ്യിൽ വന്നു, അവൻ ലാൻഡ് ലോഡായി മാറി. അങ്ങനെ ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളും ദളിതന്മാരും ഒക്കെ ഭൂമിയുടെ ഉടമകളായി മാറി. സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തി. കാസ്റ്റ് സിസ്റ്റത്തിൽ പോലും അത് മാറ്റം കൊണ്ടുവന്നു. എപ്പോഴാണ് കാസ്റ്റ് സിസ്റ്റമൊക്കെ ശക്തി പ്രാപിക്കുന്നത്? നമുക്കറിയാമല്ലോ, ഉടമകളും അടിമകളും എന്ന് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോഴാണ്. ഭൂസ്വത്തുകൾ കൈയടക്കി ചിലർ മാത്രം കൈവശം വച്ചിരിക്കുന്നു, ഭൂമിയുടെ അവകാശികളല്ലാത്ത കുറേ പാവങ്ങൾ ഉണ്ട്. അവിടെയൊക്കെയാണ് കാസ്റ്റ് സിസ്റ്റം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അവനും ഭൂമിയുടെ ഉടമയായി മാറുമ്പോൾ ദളിതൻ, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ അവരും ഭൂമിയുടെ ഉടമകളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ സ്ട്രക്ചറിൽ പോലും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു. നോക്കൂ, ദി ലോ കെയിം ഇൻ ടു എഫക്റ്റ് ആസ് ആക്ട് 1 ഓഫ് 1964. അങ്ങനെ 1964 ഒന്നാമത്തെ ആക്ട് ഈ ആക്ട് നിലവിൽ വരികയാണ്. ഹവർ ദി ഗവൺമെൻറ് വാസ് അൺഏബിൾ ടു ഇംപ്ലിമെൻറ്റ് ദിസ്. നോക്കൂ, ഇത്രയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഗവൺമെൻറ്റിന് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഗവൺമെൻറ്റും പതനം സംഭവിച്ചു. ആ ഗവൺമെൻറ്റോട് അവസാനിക്കുകയാണ്. നോക്കൂ, വീണ്ടും 1969 EMS ഗവൺമെൻറ് വീണ്ടും ഒരു നിയമം പാസ്സാക്കുകയാണ്. ഈ 1969 നോക്കൂ, രണ്ടാമത്തെ EMS ആൻഡ് അച്യുതമേനോൻ ഗവൺമെൻറ്. ആദ്യം EMS ഗവൺമെൻറ് വന്നു. EMS ഗവൺമെൻറ് വന്നിട്ട് അതിനും സപ്തകക്ഷി
മന്ത്രിസഭയാണെന്ന് ഉണ്ടാക്കിയത്. കൂട്ട് മന്ത്രിസഭ വന്നെങ്കിലും അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. ആ കാലഘട്ടത്തിലാണ് ഈ നിയമം ശരിക്ക് പാസ്സാകുന്നത്. 1969 ദി EMS ഗവൺമെൻറ് പാസ്ഡ് ലാൻഡ് റിഫോംസ് ആക്ട്. അവിടെ 69 വീണ്ടും ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കിയാണ്. ഈ 1969 ദി സെക്കൻഡ് EMS ഗവൺമെൻറ് റിസൈൻഡ്. പക്ഷേ ആ വർഷം തന്നെ ആ ഗവൺമെൻറ്റിന് രാജിവെക്കേണ്ടി വരുന്നു. ഇനിയാണ് നമ്മുടെ പ്രധാന ഡേറ്റിൽ. ഓൺ January 1, 1970 ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് സി അച്യുതമേനോൻ ഗവൺമെൻറ് ദി കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്ട് വാസ് ഇംപ്ലിമെൻറ്റഡ്. റവന്യൂ മിനിസ്റ്റർ KT ജേക്കബിൻ്റെ ആ റവന്യൂ മിനിസ്റ്റർ KT ജേക്കബ് ആയിരുന്നു ആ സമയത്ത്. 1900, ഈ ഡേറ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 1970 ജാനുവരി 1 ആ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം അതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത്. അത് 2020 15th ആനിവേഴ്സറി ഓഫ് ലാൻഡ് റിഫോംസ് വാസ് ഒബ്സർവ്ഡ്. ആരാണ് അത് ആഘോഷിച്ചതിൻ്റെ മേൽനോട്ടം വഹിച്ചത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നമ്മൾ 2020 അതെന്താണ് ഒരു 50ാം വാർഷികം ആഘോഷിച്ചു. ഇനി റിലേറ്റഡ് ലോ, ഇനി കുറച്ച് നിയമങ്ങൾ, നമ്മൾ ശരിക്കുള്ള പോയിന്റുകൾ കഴിഞ്ഞു. ഇനി അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ പഠിക്കണം. നോക്കൂ, ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് 1960 ടു റെഗുലേറ്റ് ദി അസൈൻമെൻറ്റ് ഓഫ് ഗവൺമെൻറ് ലാൻഡ്. ഗവൺമെൻറ് ഭൂമി അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമം 60 പാസ്സാക്കിയാണ് ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട്. കുറച്ച് ആക്ടുകളുടെ പേരാണ്. കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967 ഗീവ്സ് പവർ ടു ഡിസ്ട്രിക്ട് കളക്ടർ ടു ഇംപ്ലിമെൻറ്റ് ഫുഡ് ക്രോപ്പ് കൾട്ടിവേഷൻ. ഭക്ഷ്യധാന്യങ്ങളുടെ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് കളക്ടർമാർക്ക് അധികാരം നൽകിക്കൊണ്ട് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967 പാസ്സാക്കി. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചോളൂ. അടുത്ത നോക്ക്, കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട്. അതായത് എന്താണ്? കേരള നെൽവയൽ ആൻഡ് തണ്ണീർത്തട നിയമം. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസ്സാക്കിയത് 2008 ടു പ്രൊട്ടക്റ്റ് പാഡി ഫീൽഡ്. എന്തിനാണ്? നെൽവയലുകൾ സംരക്ഷിക്കാൻ. ഗവർണേഴ്സ് അപ്രൂവൽ കിട്ടിയത് എന്നാണ്? August 11, 2008. ഇത് നിർബന്ധമായും പഠിക്കണം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയ വർഷം 2008. അത് നിലവിൽ വന്നത് August 11, 2008. മറക്കരുത്. നമ്മുടെ VS അച്യുതാനന്ദൻ്റെ കാലത്താണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. നോക്കൂ, ലാൻഡ് കൺസർവൻസി ആക്ട്, ഭൂസംരക്ഷണ നിയമം. കേരള ലാൻഡ് കൺസർവൻസി ആക്ട്, കേരള ഭൂസംരക്ഷണ നിയമം 1957 പാസ്സാക്കി. ടു പ്രൊട്ടക്റ്റ് എൻക്രോച്ച്മെൻ്റ് ഓൺ ഗവൺമെൻറ് ലാൻഡ്, ഭൂമിയിൽ സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ച് കിടക്കുന്നത് തടയൽ നിയമമാണ്. ഇതൊക്കെ ജസ്റ്റ് നിയമങ്ങളുടെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ കാണാതെ പഠിക്കേണ്ടതില്ല. കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 ടു റിക്കവർ ടാക്സ് അരിയേഴ്സ്. ഈ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് കേരള റവന്യൂ റിക്കവറി ആക്ട് പാസ്സാക്കിയത്. ഇനി ലാൻഡ് റിഫോംസ് അറ്റ് നാഷണൽ ലെവൽ. ജസ്റ്റ് നമ്മുടെ കേരള ഭൂപരിഷ്കരണം കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് നാഷണൽ ലെവലിൽ ഓപ്പറേഷൻ ബെർഗ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. 1978 എ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ വെസ്റ്റ് ബംഗാൾ ടു മേക്ക് ടെനൻസ് ബെർഗാർഡ്സ്. അതിനാണ് ടെനൻസ് എന്ന് പറയുന്നത്. അവിടെ പറയുന്ന പേരാണ് ലാൻഡ് ഓണേഴ്സ്. അതായത് ശരിക്കും നാഷണൽ ലെവലിൽ ഓപ്പറേഷൻ ബെർഗ ഒരു ലാൻഡ് റിഫോംസ് ആക്റ്റാണ്. നമ്മുടെ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൽ വന്ന ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബെർഗ. 1978 അത് നോക്കൂ. ഭൂദാൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ ആചാര്യ വിനോബ് ഭാവെ അറ്റ് പോച്ചമ്പള്ളി ഇൻ തെലുങ്കാനയിൽ പോച്ചമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. 1951 ഭൂദാന പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ദാനം കൊടുക്കുന്നത്. വലിയ ഭൂപ്രമാണിമാരുടെ കയ്യിൽ നിന്ന്
ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യുന്ന അതിശക്തമായ ഒരു മൂവ്മെൻ്റായിരുന്നു ഭൂദാൻ മൂവ്മെൻറ്റ്. 1951 അത് എവിടെയാണ് ആരംഭിച്ചതെന്ന് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. പോച്ചംപള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്, തെലുങ്കാനയിലാണ്. അതിൻ്റെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെയാണ്. ദി ഫസ്റ്റ് പേഴ്സൺ ടു ഗീവ് ലാൻഡ് ത്രൂ ഭൂദാൻ മൂവ്മെൻറ്റ്, ആ പേരോട് ഓർമ്മിച്ചോളുക. ആചാര്യ വിനോബ ഭാവെ ശരിക്കും ഭൂമി അധികമായി കൈവശം വച്ചിരിക്കുന്ന വലിയ ലാൻഡ് ലോഡിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദാനമായിട്ട് ഭൂമി തരണമെന്ന് പറയും. അങ്ങനെ ആദ്യമായിട്ട് ഭൂദാന പ്രസ്ഥാനത്തിന് ഭൂമി ദാനം കൊടുത്തത് രാംചന്ദ്ര റെഡ്ഡി എന്ന വ്യക്തിയാണ്. രാംചന്ദ്ര റെഡ്ഡി ഭൂദാന മൂവ്മെൻറ്റിൽ ആദ്യമായിട്ട് ലാൻഡ് നൽകിയ വ്യക്തിയാണ്. ഇനി നമുക്ക് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാവുന്നുള്ളതേ ഉള്ളൂ. ജമീന്ദാരി സിസ്റ്റം നിങ്ങൾക്കറിയാമല്ലോ, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ ലോർഡ് കോൺവാലിസ്. ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ആരാണ്? ലോർഡ് കോൺവാലിസ് പ്രഭു ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ. അടുത്ത നോക്കൂ, റൈറ്റ് വാരി സിസ്റ്റം സ്റ്റാർട്ടഡ് ബൈ അലക്സാണ്ടർ റെഡ്, ഡെവലപ്ഡ് ബൈ തോമസ് മൺട്രോ. കളക്റ്റഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. ഫാമേഴ്സിൽ നിന്ന്, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കർഷകരിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്താണ് ഇടനിലക്കാരില്ലാതെ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ പേരാണ് റൈറ്റ് വാരി സിസ്റ്റം. ഇതാണ് കാസർഗോഡ് റൈറ്റ് വാരി സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി ഭൂപരിഷ്കരണ നിയമത്തെ തടഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നോക്കൂ, അതുപോലെ ജമീന്ദാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി ഇംപ്ലിമെൻറ്റഡ് ബൈ ഹോൾട്ട് മാക്കൻസിസ് ഇൻ 1822 ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. മഹൽവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമമായി ഒരു പ്രദേശത്തെ ഒരു ഗ്രാമത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടാക്സ് കളക്ഷനാണ് മഹൽവാരി. ഇതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് വായിച്ചിവിടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. കേരള ഭൂപരിഷ്കരണം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി പഠിച്ച് മുന്നേറുക. ഇനി ഇതിൻ്റെ ഒരു റിവിഷനായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്ക്. എന്തായാലും ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.